ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സെയിൽ ചെയ്ത സ്നാക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇതാ ഈ ഒരു കുഞ്ഞു കൽത്തപ്പമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ചെറിയ വ്യത്യസ്തത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം പച്ചരിയാണ്. തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഇതാ കഴുകി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2.5 കപ്പോളം പച്ചരി ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ച് കിട്ടാനും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തലേദിവസം തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യം അവിലാണ് കേട്ടോ. അവിൽ ഞാനിവിടെ 1/2 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. ഇതും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഞാൻ അരക്കാനിടുകയാണ് മിക്സിയിലോട്ട്. അപ്പോൾ ഇവിടെ അവിലാണ് കേട്ടോ ഞാനെടുത്ത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചോറെടുക്കാം, തേങ്ങ എടുക്കാം. ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഈ ഒരു അവലിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആദ്യം നമ്മൾ അവിൽ നന്നായിട്ട് അരക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചതിന് ശേഷം അതിലോട്ട് തന്നെ നമ്മുടെ ഈ ഒരു അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇടുന്നില്ല, ഇതിലേക്ക് ഇതാ പകുതി അരി ഇടുന്നത്. ഇത് ഒരു മധുരത്തിൻ്റെ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ സീഡ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ആ ഒരു പഞ്ചസാരേൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും, അത് തന്നെ മതിയാവും കേട്ടോ. പിന്നെ വേറെ വെള്ളം ഒഴിക്കരുത്, കാരണം നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇഡ്ഡലീൻ്റെ എല്ലാം മാവ് പോലെ ആ ഒരു രീതിയിലാണ്, അത്രയും നല്ല കട്ടിയിലാണ് ഉണ്ടാവുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചൂടുന്ന സമയത്ത് വെള്ളം ഒഴിക്കാമെന്നല്ലാതെ കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ലൂസായി പോകും. അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ അരക്കാൻ നോക്കാം. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഈ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരി നല്ലോണം ഫൈനായിട്ട് അരണമെന്നില്ല, ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട അവിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം, അപ്പോഴാണ് ഇത് റെഡിയാവുന്നത്. ഒന്നെങ്കിൽ സ്പൂണിലോട് അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ മറ്റേതെല്ലാം റെഡിയാക്കുന്നുണ്ട്. മറ്റേ കുറച്ച് സ്നാക്ക് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അതൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഉടക്കുന്നത് നല്ല ചൂടോട് കൂടി ഉടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ചൂട് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല ശക്തി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. നമുക്കാണെങ്കിൽ അത്ര ശക്തിയില്ല. അപ്പോൾ അത് വേഗം അതിൻ്റെ പണിയെല്ലാം തീർത്ത് അത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഈ കുഞ്ഞി കൽത്തപ്പത്തിനായിട്ട് ഒരു ഫില്ലിങ്ങാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പരിപ്പാണ്, തോരപ്പരിപ്പ്, കടലപ്പരിപ്പാണ്, സോറി കേട്ടോ, കടലപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ പരിപ്പ് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കാമെന്ന് കേട്ടോ. നല്ലോണം ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഇതുപോലെ ഉണ്ട്. ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഉടയുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. നല്ലോണം വെന്ത് ഉടഞ്ഞ പോലെ ആയിപ്പോണ്ട. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം. ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നാവിന്ന് വേറെ എന്തൊക്കെയോ വരുന്നു, ആ ഒരു വാക്ക് കിട്ടൂല, അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫ്ലോയിൽ പോകുന്നത്. ഇന്ന് കട്ടാക്കിയിട്ട് ചെയ്താനേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ഒരു ഒറിജിനാലിറ്റി പോകുന്നത് പോലായിട്ട് തോന്നുന്നു. അപ്പോൾ പരിപ്പ് വേവിക്കുന്ന ആ നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നത്, ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് പോലെ ആക്കിയതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. 1/2 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ ഇട്ടത്. ഇനി നമ്മൾ ഇതിലോട്ട് ആ ഒരു പഞ്ചസാര അലിഞ്ഞ്
അതിൻ്റെ വെള്ളമൊക്കെ വരുമല്ലോ, അതും അന്ന് വറ്റുന്ന പോലെ ആവണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും ചേർക്കണം, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയല്ല, ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പോളം തേങ്ങയാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ആ ഒരു വെള്ളം വറ്റുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് ആ ഒരു കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ ഒന്നിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇടുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. സാധാരണ ഉണ്ടാക്കുന്നത് ഈ ഒരു ഫില്ലിങ് സൈഡും കലത്തപ്പം രണ്ടും കൂടി വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. പക്ഷെ ഞാനിവിടെ രണ്ടും ഒരുമിച്ച് ആക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നല്ല മസാലയൊക്കെ ആക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എഗ് മാസിനാണ് കേട്ടോ. എഗ് മാസിൻ്റെത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല ഈസിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഈ ഒരു ചമ്മന്തി കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴിക്കാനായാലും. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ സാധനം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. സ്നാക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാ ഭാഗവും കറക്റ്റ് കിട്ടുന്നില്ല, കുറച്ച് ഭാഗമൊക്കെ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സ്നാക്ക് ഓരോന്നായിട്ട് റെഡിയാകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയാൽ കുറച്ച് ലൂസായിട്ടുണ്ടല്ലോ അല്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇത്രയും ലൂസാണ് വേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അപ്പച്ചട്ടിയാണ് വെച്ചത്. അതിലോട്ട് കുറച്ച് ഓയിലാണ് വെച്ചത്. ഒരു 3-4 ടേബിൾ സ്പൂണ് മതിയാവും. ഇതിലോട്ട് നമുക്കിത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ എണ്ണയുടെ ചൂട് തന്നെയാണ് കേട്ടോ. നല്ലോണം ചൂടാവാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ചൂട് വേണ്ടത്. അപ്പോൾ നല്ലോണം ചൂടായ സമയത്ത് നമ്മളിത് ഫ്ലെയിം കുറച്ച് മീഡിയമിലേക്ക് വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പൊങ്ങിയ രീതിയിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് വെന്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് എന്തായാലും നല്ല വേവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോരി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമെല്ലാം നല്ല രീതിയിൽ വെന്തിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇത് ഒരെണ്ണം വേവിക്കാൻ ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഫ്ലെയിം കൂട്ടിയാലുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതെ പോലെയാവും. അതുപോലെ ഫ്ലെയിം കുറച്ചാൽ ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ളതും കൂടി ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ മാവ് ഒഴിച്ച ഉടനെ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂടുതലിടണ്ട, കൂടുതലിട്ട് കഴിഞ്ഞാൽ മാവെല്ലാം പുറത്തേക്ക് ഒലിഞ്ഞ പോലെയാവും. അപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഓരോ ഭാഗത്ത് ചിലപ്പോൾ ഫ്ലെയിം കൂടുതലും ആ ഒരു ഭാഗത്ത് ഫ്ലെയിം കുറവും അങ്ങനെയെല്ലാം ഉണ്ടാവുന്നില്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആ ഒരു തീക്കന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കും. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ അത് വെന്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ് വോയിസ് ഇടാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വിചാരിക്കുമ്പോഴുണ്ടല്ലോ നല്ല മടി വരുന്നു. പിന്നെ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ ആ ഒരു കുക്കിങ്ങിനോടുള്ള ഇഷ്ടവും പിന്നെ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് ചെയ്യാന്നുള്ളതില്ല, ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല നാരോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ സാധാരണ കലത്തപ്പം കഴിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഫില്ലിംഗ് ആണ്. ഈ ഒരു ഫില്ലിങ്ങോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആക്കിയിട്ടാണ് അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഒന്നിച്ചാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഉണ്ടാക്കിയ സ്നാക്കിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തായാലും നിങ്ങൾ കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.
അപ്പോൾ പിന്നെ മറ്റേ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാലൻ്റ് എന്ന് പറയലില്ലേ. അപ്പോൾ ഞാൻ ഇതാ 2-3 സ്നാക്കെല്ലാം ചില സമയത്ത് ഒന്നിച്ചുണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിലിടേണ്ട മസാല ഇതിലേക്കിടുക, ഇതിലിടേണ്ട മസാല അതിലേക്കിടുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നേരെയുള്ള ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്കിടേണ്ട മസാല തന്നെ ഇട്ട്, അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞി കൽത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒലിഞ്ഞ് പുറത്തേക്കെല്ലാം ഒലിഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ഫ്ലെയിം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മറ്റ് സ്നാക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.